നമസ്കാരം സുഹൃത്തുക്കളെ. നിലവിൽ കൂടുതൽ യുദ്ധവിമാനങ്ങളിലും റഡാറുകൾ നിർമ്മിക്കുന്നത് ഗാലിയം ആർസനൈഡ് എന്ന പദാർത്ഥം ഉപയോഗിച്ചിട്ടാണ്. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് ശക്തി കൂടിയ ഗാലിയം നൈട്രൈഡ് ഉപയോഗിച്ചിട്ടുള്ള റഡാറുകളും ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ ടെക്നോളജിയിൽ വളരെയധികം മുൻപോട്ട് പോയി കഴിഞ്ഞു. എന്നാൽ ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ശക്തിയുള്ള, ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO കാലെടുത്ത് വയ്ക്കുകയാണ്. അതാണ് ഗാലിയം ഓക്സൈഡ്. എന്താണ് ഗാലിയം ഓക്സൈഡ്? എന്തുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു തലമുറ മാറ്റം അഥവാ ഒരു ജനറേഷണൽ ജമ്പ് എന്ന് തന്നെ വിളിക്കുന്നത്? നമ്മുടെ ഇന്നത്തെ പ്രതിരോധ മേഖല ഇതെങ്ങനെ മാറ്റിമറിക്കും? ഇന്നത്തെ വീഡിയോയിൽ ലളിതമായ ഭാഷയിൽ ഇതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഗാലിയം ഓക്സൈഡിൻ്റെ മാന്ത്രികതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ മുതൽ ഫൈറ്റർ ജെറ്റുകൾ വരെ പ്രവർത്തിക്കുന്നത് സെമി കണ്ടക്ടറുകൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള സിലിക്കൺ ഉപയോഗിച്ചിട്ടുള്ള ചിപ്പുകളാണ് ഇതിൽ പ്രധാനം. എന്നാൽ സൈനിക ആവശ്യങ്ങൾക്കും വലിയ റഡാറുകൾക്കും പ്രവർത്തിക്കാനായിട്ട് സിലിക്കൺ ചിപ്പുകൾക്ക് ശേഷി അത്ര പോരാ. കാരണം അമിതമായ ചൂടും ഉയർന്ന വൈദ്യുതിയും താങ്ങാനായിട്ട് സിലിക്കോൺ ചിപ്പുകൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് പ്രതിരോധ മേഖലയിൽ ഗാലിയം നൈട്രൈഡ് പോലെയുള്ള അതിനൂതന പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇന്ത്യയുടെ തേജസ് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഉത്തം എയ്സ റഡാറുകളും ഈ ടൈപ്പിലുള്ളതാണ്. എന്നാൽ ഈ ഗാലിയം നൈട്രൈഡിനെയും കടത്തിവെട്ടുന്ന സവിശേഷതകളാണ് ഗാലിയം ഓക്സൈഡ് Ga2O3 ഉള്ളത്. ഗാലിയം ഓക്സൈഡ് ഉൾപ്പെടുന്ന പദാർത്ഥങ്ങളെ അൾട്രാ വൈഡ് ബാൻഡ് ഗ്യാപ്പ് സെമി കണ്ടക്ടറുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഈ ബാൻഡ് ഗ്യാപ്പ്? ഒരു ഇലക്ട്രോണിന് വൈദ്യുതി കടത്തിവിടാൻ എത്രമാത്രം ഊർജം ആവശ്യമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അളവുകോലാണ് ഈ ബാൻഡ് ഗ്യാപ്പ്. ഇത് ലളിതമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു പുഴയ്ക്ക് കുറുകെ ചാടുന്നതിന് സമാനമാണ് എന്ന് വിചാരിക്കുക. പുഴയുടെ വീതി കൂടുതലാണെങ്കിൽ ചാടാനായിട്ട് കൂടുതൽ ഊർജവും വേണം. അപ്പോൾ സിലിക്കണിൻ്റെ ബാൻഡ് ഗ്യാപ്പ് വെറും 1.1 ഇലക്ട്രോൺ വോൾട്ട് മാത്രമാണ്. അതേസമയം ഗാലിയം നൈട്രൈഡിൻ്റേത് 3.4 ഇലക്ട്രോൺ വോൾട്ടാണ്. എന്നാൽ ഗാലിയം ഓക്സൈഡിൻ്റേത് ഏകദേശം 4.8 ഇലക്ട്രോൺ വോൾട്ട് വരും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉയർന്ന ബാൻഡ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ യുദ്ധസമയത്ത് റഡാറുകൾ അമിതമായി ചൂടാകുമ്പോഴും വളരെ ഉയർന്ന താപനിലയിൽ കേടുപാടുകൾ കൂടാതെ പ്രവർത്തിക്കാനും ഈ ചിപ്പുകൾക്ക് സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകത ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഫീൽഡാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ കത്തിപ്പോകാതെ എത്രമാത്രം ഉയർന്ന വോൾട്ടേജ് ഇതിന് താങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഈ ബ്രേക്ക് ഡൗൺ ഫീൽഡ് എന്ന് പറയുന്നത്. ഗാലിയം നൈട്രൈഡിനാണെങ്കിൽ 3.3 മെഗാവോൾട്ട് പെർ സെൻറ്റിമീറ്റർ താങ്ങാൻ കഴിയുമ്പോൾ 1 സെൻറ്റിമീറ്റർ കട്ടിയുള്ള ഗാലിയം ഓക്സൈഡിന് 80 ലക്ഷം വോൾട്ട് വരെ താങ്ങാനായിട്ട് കഴിയും. അതായത് ഗാലിയം നൈട്രൈഡിനേക്കാളും ഇരട്ടിയിലേറെ കരുത്ത്. സത്യത്തിൽ റഡാറുകളിലും മറ്റും ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പുകൾ 1 സെൻറ്റിമീറ്റർ കട്ടിയിലൊന്നും ഉണ്ടാവില്ല. അവയ്ക്ക് മനുഷ്യൻ്റെ മുടിയുടേക്കാളും കനം തീരെ കുറവായിരിക്കും. ഗാലിയം ഓക്സൈഡിന് ഇത്രയധികം വോൾട്ടേജ് താങ്ങാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ വളരെ ചെറിയ വലിപ്പത്തിൽ ചിപ്പുകൾ നിർമ്മിച്ചാലും അവയ്ക്ക് ഉയർന്ന വോൾട്ടേജിൽ ഭീമമായ പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഫൈറ്റർ വിമാനങ്ങളിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ആംകയിൽ തന്നെ സ്ഥലപരിമിതി വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്ത് ചെറിയ ചിപ്പുകൾ ഉപയോഗിച്ച് കൂടുതൽ ദൂരത്തേക്ക് അതിശക്തമായ റഡാർ തരംഗങ്ങൾ അയക്കാനായിട്ട് ഗാലിയം ഓക്സൈഡിൻ്റെ ഈ ഉയർന്ന MV/സെൻറ്റിമീറ്റർ ശേഷി സഹായിക്കും. സാങ്കേതികവിദ്യ എത്ര മികച്ചതാണെങ്കിലും അത് നിർമ്മിക്കാനായിട്ട് ഭീമമായ തുക ആവശ്യമാണെങ്കിൽ പ്രായോഗികമല്ല. നിലവിലെ ഗാലിയം നൈട്രൈഡ് ചിപ്പുകൾ നിർമ്മിക്കുന്നത് വളരെ സങ്കീർണവും അതുപോലെ ചിലവേറിയതുമായ ഒരു പ്രക്രിയയാണ്. എന്നാൽ ഗാലിയം ഓക്സൈഡിൻ്റെ നിർമ്മാണം വളരെ എളുപ്പമാണ്. സിലിക്കൺ നിർമ്മിക്കുന്ന അതേ മെൽറ്റ് ഗ്രോത്ത് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതും നിർമ്മിക്കാം. പദാർത്ഥം ചൂടാക്കി ഉരുക്കി പിന്നീട് തണുപ്പിച്ച് ക്രിസ്റ്റൽസ് ആക്കി മാറ്റുന്ന പ്രക്രിയ. അതായത് നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഐസ് ഉണ്ടാക്കുന്നതിന് സമാനമായ ഈ ലളിതമായ രീതി വഴി DRDOയ്ക്ക് വളരെ കുറഞ്ഞ ചെലവിൽ വൻതോതിൽ ചിപ്പുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്ത്യയുടെ ഭാവിയിലെ 5ാം തലമുറ യുദ്ധവിമാനമായ ആംകയിലും നാവികസേനയുടെ യുദ്ധക്കപ്പലുകളിലുമെല്ലാം ഇതുപോലത്തെ റഡാറുകൾ ഘടിപ്പിച്ചാൽ ശത്രുക്കളുടെ റഡാറിൽ പതിയാത്ത സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും വളരെ ദൂരെ വെച്ച് തന്നെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ യുദ്ധങ്ങളും ഭാവിയിലെ യുദ്ധങ്ങളും ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇലക്ട്രോണിക് വാർഫെയർ ആണ്. ഇതിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ അതിശക്തമായ സിഗ്നലുകൾ ആവശ്യമാണ്. ഗാലിയം ഓക്സൈഡിൻ്റെ അതിവേഗ സിഗ്നൽ പ്രോസസ്സിംഗ് ശേഷി ശത്രുക്കളുടെ ജാമിങ്ങിനെ തകർക്കാനായിട്ട് ഇന്ത്യയെ സഹായിക്കും.
ഭൂമിക്ക് പുറത്ത് ബഹിരാകാശത്ത് പ്രവർത്തിക്കുന്ന സൈനിക ഉപഗ്രഹങ്ങൾക്ക് എപ്പോഴും റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണങ്ങളുടെയൊക്കെ ഭീഷണിയുണ്ട്. ഗാലിയം ഓക്സൈഡ് സ്വാഭാവികമായിട്ടും റേഡിയേഷനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഡീപ്പ് സ്പേസ് മിഷനുകളിലും മിലിറ്ററി സാറ്റലൈറ്റുകളിലും ഇത് സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ ഇത്രയധികം ഗുണങ്ങളുണ്ടെങ്കിലും ഇതൊരു മാന്ത്രിക വടിയല്ല. DRDOയുടെ SSPL, ഗാടെക് തുടങ്ങിയ ലാബുകൾ ഇതിൽ ഗവേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതിലൊരു വലിയ വെല്ലുവിളിയും അവർ നേടുന്നുണ്ട്. അതാണ് തെർമൽ കണ്ടക്ടിവിറ്റി അഥവാ താപചാലകത. ഗാലിയം ഓക്സൈഡ് ചൂട് പുറന്തള്ളാനായിട്ട് വളരെ മോശമായ ഒരു പദാർത്ഥമാണ്. പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അതികഠിനമായ ചൂട് കൃത്യമായിട്ട് പുറത്തേക്ക് തള്ളിക്കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ചിപ്പുകൾ ഉരുകിപ്പോവും. ഇതിന് പരിഹാരമായിട്ട് നൂതനമായ പാക്കേജിംഗ് രീതികളും പ്രത്യേകതരം ഹീറ്റ് സിങ്കുകളും വികസിപ്പിച്ചെടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഈ ടെക്നോളജി ഇന്ത്യ മാത്രം സ്വന്തമാക്കിയതോ അല്ലെങ്കിൽ ഇന്ത്യ മാത്രം ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മറ്റു രാജ്യങ്ങളും ഇതിൽ ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അവരുടെ നിലവിലെ അവസ്ഥയും ഇന്ത്യയുമായിട്ടുള്ള ഒരു താരതമ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്നാമതായിട്ട് ചൈന. ലോകത്തുൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത ഗാലിയത്തിൻ്റെ 98% ചൈനയുടെ കയ്യിലാണ്. ഈ കുത്തക ഉപയോഗിച്ച് അവർ ഗാലിയം കയറ്റുമതിയിൽ അടുത്തിടെ കർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ 8 ഇഞ്ച് വലിപ്പമുള്ള ഗാലിയം ഓക്സൈഡ് വേഫറുകൾ, അതായത് ചിപ്പുകൾ നിർമ്മിക്കുന്ന അടിസ്ഥാന തകിടിനെയാണ് ഈ വേഫറുകൾ എന്ന് പറയുന്നത്. ഇത് വികസിപ്പിക്കുന്നതിൽ ചൈനീസ് കമ്പനികൾ വിജയിച്ചിട്ടുണ്ട്. ഭാവിയിലെ യുദ്ധവിമാനങ്ങൾക്കും അത്യാധുനിക റഡാറുകൾക്കുമായിട്ട് ഇവർ വൻതോതിൽ നിക്ഷേപവും നടത്തുന്നുണ്ട്. പക്ഷേ ജപ്പാനാണെങ്കിൽ ഗാലിയം ഓക്സൈഡ് സാങ്കേതികവിദ്യ കണ്ടുപിടിക്കുന്നതിലും അത് പ്രായോഗികമാക്കുന്നതിലും ഏറ്റവും മുൻപന്തിയിലുള്ള രാജ്യമാണെന്ന് നമുക്ക് പറയാം. ടമൂറ, നോവൽ ക്രിസ്റ്റൽ ടെക്നോളജി തുടങ്ങിയ കമ്പനികൾ ഇതിനകം തന്നെ ഈ ചിപ്പുകൾ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. പ്രതിരോധ മേഖലയേക്കാൾ ഉപരിയായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ, പവർ ഗ്രിഡുകൾ, അതിവേഗ ട്രെയിനുകൾ എന്നിവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ജപ്പാൻ ഈ സാങ്കേതികവിദ്യ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അമേരിക്കയും പിന്നിലല്ല. അമേരിക്കയുടെ ഗവേഷണം പൂർണ്ണമായിട്ടും സൈനിക ആവശ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ്. ചൈനയെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ വ്യോമസേന പെൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് ഡോളറാണ് നൽകുന്നത്. ഉയർന്ന പവറുള്ള ഇലക്ട്രോണിക് വാർഫെയർ, ബഹിരാകാശ ദൗത്യങ്ങൾ, ഇതിനെല്ലാമുള്ള റേഡിയേഷൻ പ്രതിരോധ ശേഷിയുള്ള ചിപ്പുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കാനാണ് അമേരിക്കയുടെ ശ്രമം. ഇന്ത്യയുടെ DRDO ഈ സാങ്കേതികവിദ്യയിൽ വലിയ കാൽവെപ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യബോധത്തോടെ നോക്കിയാൽ നാം ഈ ഓട്ട മത്സരത്തിൽ അല്പം പിന്നിലാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇന്ത്യയുടെ തന്ത്രങ്ങൾ അറിയുന്നത് വളരെ പ്രധാനമാണ്. ഒന്നാമത് സഖ്യരാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം. അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ക്വാഡ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഈ തന്ത്രപ്രധാനമായ ലോഹങ്ങളുടെ സപ്ലൈ ചെയിൻ സുരക്ഷിതമാക്കാനായിട്ട് ഇന്ത്യ നയതന്ത്ര തലത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് അമേരിക്കയെ സമ്പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തതും. പിന്നെ സ്വന്തം നിലയിലുള്ള പര്യവേക്ഷണവും നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇത്തരം മിനറൽസ് കണ്ടെത്താനുള്ള ജിയോളജിക്കൽ സർവേകളും ഖനന ശ്രമങ്ങളും നമ്മുടെ സർക്കാർ വേഗത്തിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും സെമി കണ്ടക്ടറുകളിൽ നിന്നുമെല്ലാം ഗാലിയം വീണ്ടെടുക്കാനുള്ള, അതായത് റീസൈക്ലിംഗ് സാങ്കേതികവിദ്യകളിൽ ഇന്ത്യ നിക്ഷേപം നടത്തുന്നുണ്ട്. ഏതായാലും സുഹൃത്തുക്കളെ, DRDO ഈ താപനിലയുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഗാലിയം ഓക്സൈഡ് സാങ്കേതികവിദ്യ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പുതിയ ഒരു സുവർണ അധ്യായം എഴുതി ചേർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൻകിട രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്ന അതിനൂതന റഡാർ സാങ്കേതികവിദ്യകൾ വളരെ കുറഞ്ഞ ചെലവിൽ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിക്കുന്നത് ശത്രു രാജ്യങ്ങൾക്കും ശക്തമായ ഒരു താക്കീത് തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഡിഫൻസ് അനാലിസിസ് വീഡിയോകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.